ടിപ്സ് ഓർ ഹാപ്പി ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ വായിലെയും വയറ്റിലെയും ഒക്കെ അൾസർ അകറ്റാനായിട്ട് സഹായിക്കുന്നതും അതേപോലെ തന്നെ ശരീരത്തിലുണ്ടാകുന്ന നീർക്കെട്ട് തടയാൻ സഹായിക്കുന്നതുമായിട്ടുള്ളൊരു പാനീയമാണ്. ആൾക്കാരുടെ വായിലൊക്കെ ഇങ്ങനെ മുറിവ് കാര്യങ്ങൾ വന്നിട്ട് അത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് ഒരാഴ്ച കൂടുതൽ ഇങ്ങനെ നിൽക്കുന്ന അവസ്ഥയൊക്കെ കാണാറുണ്ട്. അപ്പോൾ നമ്മൾ തുടക്കത്തിൽ ഇതൊന്ന് തയ്യാറാക്കി കഴിച്ചു കഴിഞ്ഞാൽ അതൊക്കെ നമുക്ക് പെട്ടെന്ന് മാറ്റിയെടുക്കാൻ കഴിയും, അല്ലെങ്കിൽ വരാതിരിക്കാനും സഹായിക്കുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ വയറ്റിലെ അൾസർ ഒരുപാട് പേര് പറയുന്ന ഒരു പ്രശ്നം തന്നെയാണ്. അതിനും നമുക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ രക്തശുദ്ധിക്കും ദഹന പ്രശ്നങ്ങൾക്കും ഒക്കെ വളരെ നല്ലതാണ്. വേദനകളിൽ നിന്നൊക്കെ ആശ്വാസം കിട്ടാനായിട്ടും നമ്മളിത് കഴിക്കുന്നത് നല്ലതാണ്. രോഗം മാറാനും രോഗം വരാതെ തടയാനും ഒക്കെ പഴയ കാലത്ത് ഉപയോഗിച്ചിരുന്ന ഒരു ഔഷധ സസ്യമാണ് മണിത്തക്കാളി എന്ന് പറയുന്നത്. ഇത് ആർക്കൊക്കെ അറിയാമെന്ന് അറിഞ്ഞുകൂടാ. നമ്മളിവിടെ കുറച്ച് മണിത്തക്കാളി പറിച്ചെടുത്തിട്ടുണ്ട്. പഴുത്ത മണിത്തക്കാളി മാത്രമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അതൊന്ന് ചതച്ചൊന്ന് മാഷ് ചെയ്തെടുത്തു. അതിനു മുമ്പ് ഇതൊന്ന് കഴുകിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കഴുകി പൊടിയോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതൊക്കെ കളഞ്ഞതിന് ശേഷം ജസ്റ്റ് ഒന്ന് മാഷ് ചെയ്തെടുക്കുക. അതിനുശേഷം ഇതിലേക്ക് നമ്മൾ 2 ഗ്ലാസ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഒരു ഏലക്ക കൂടി ചേർത്തിട്ടുണ്ട്. ഇത് നമ്മൾ അടപ്പത്ത് വെച്ച് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അടുത്തായിട്ട് നമ്മൾ 1 ടേബിൾ സ്പൂൺ റാഗി നമ്മൾ കുറച്ച് വെള്ളത്തിലൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം ഇത് നമ്മൾ ആ തിളപ്പിക്കാൻ വെച്ചതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഇളക്കി തിളപ്പിച്ചെടുക്കുകയാണ് വേണ്ടത്. പഴയ കാലത്തൊക്കെ രോഗനിയന്ത്രണമൊക്കെ ഇതേപോലുള്ള ഔഷധ സസ്യങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള ഒരു രീതിയായിരുന്നു കൂടുതലും. ഇതിൻ്റെ കായ്കൾ പഴുത്തു കഴിഞ്ഞാൽ ഒരു കറുത്ത നിറത്തിലാണ് കാണുന്നത്. ഒരു വഴുതനങ്ങ വിഭാഗത്തിൽപ്പെട്ട ഒരു ചെടിയാണ് കേട്ടോ. പച്ചക്കായ്കളാണെങ്കിൽ പച്ച നിറത്തിലായിരിക്കും. കുലകുലകളായിട്ടാണ് ഇത് ഉണ്ടാകുന്നത്. ചില സ്ഥലങ്ങളിൽ ഇതിന് മുളക് തക്കാളി എന്നൊക്കെ പറയും, പിന്നെ കരിന്തക്കാളി എന്ന് പറയുന്നവരുണ്ട്. പിന്നെ നമ്മളിവിടെ പറയുന്നത് മണിത്തക്കാളിയാണ്. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ ഇതുണ്ടെങ്കിൽ ഇതിനെന്താണ് പേര് പറയുന്നതെന്ന് ഒന്ന് കമൻറ്റ് ചെയ്താൽ നന്നായിരിക്കും. ഇതിൻ്റെ കായും അതേപോലെ ഇലയും എല്ലാം നമുക്ക് ആരോഗ്യ സംരക്ഷണത്തിനായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ധാരാളം ആരോഗ്യ ഗുണങ്ങളുള്ളതാണ്. ഇതിൽ പ്രോട്ടീൻ, കൊഴുപ്പ്, കാൽസ്യം, ഇരുമ്പ്, നിയോസിൻ, വിറ്റാമിൻ സി മുതലായവയൊക്കെ അടങ്ങിയിട്ടുണ്ട്. ആയുർവേദ വിധിപ്രകാരം ഇത് ത്രിദോഷങ്ങൾക്ക് വളരെ ഗുണകരമാണ്. ത്രിദോഷങ്ങളാണ്, 3 ദോഷങ്ങളാണ് അസുഖങ്ങൾ ഉണ്ടാകാനായിട്ട് കാരണം. അതായത് വാത, പിത്ത, കഫ ശമനത്തിന് ഉപയോഗിക്കുന്ന ഒന്നായിട്ടാണ് ഇത് ആയുർവേദത്തിൽ പറയുന്നത്. ഇതിൻ്റെ ആൻറ്റി ഓക്സിഡൻറ്റ് ഗുണങ്ങൾ നമ്മുടെ ശരീരത്തിലെ ടോക്സിനൊക്കെ പുറന്തള്ളാനായിട്ട് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ തൊണ്ടവേദന ഉള്ളപ്പോഴൊക്കെ നമ്മൾ ഈ ഒരു മണിത്തക്കാളി ചായ ഒന്ന് ഉണ്ടാക്കി കുടിച്ചു നോക്കൂ. നല്ല ആശ്വാസം കിട്ടുന്നതാണ്. അണുബാധയൊക്കെ മാറാനായിട്ട് സഹായിക്കുന്ന നല്ലൊരു പ്രതിവിധിയാണിത്. അതുപോലെ തന്നെ മൗത്ത് അൾസർ ഞാൻ നേരത്തെ പറഞ്ഞു. അതുപോലെ വയറ്റിലെ അൾസറൊക്കെ ഉള്ളവർക്ക് നമുക്ക് പതിവായിട്ട് ഇത് ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ്. നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1 സ്പൂൺ ശർക്കര പൊടിയാണ്. ഞാനിവിടെ ശർക്കര പൊടിയാണ് ചേർത്തത്. ശർക്കര പാനി ഉണ്ടെങ്കിൽ അങ്ങനെ ചേർക്കാം. അപ്പോൾ നന്നായിട്ട് തിളപ്പിച്ച് തീ ഓഫ് ചെയ്ത് വെക്കുക. ഇത്രേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. ഇതിപ്പോൾ നമ്മുടെ ആരോഗ്യം വർദ്ധിപ്പിക്കാനും അതേപോലെ തന്നെ രക്തക്കുറവ് മൂലമുള്ള വിളർച്ച തടയാനും എല്ലാത്തിനും നല്ലതാണ്. ഒരുപാട് ഗുണങ്ങളാണ് നമ്മളിത് കുടിക്കുന്നത് വഴി കിട്ടുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു അറിവ് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും റിലേറ്റീവ്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ടും ശ്രമിക്കുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ ഒന്ന് സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.